ഹായ്, ഇത് തിരുവനന്തപുരം. ഈ സിറ്റിയുടെ റോഡ് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ളതും ജനസംഖ്യയുമുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി അറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടുന്ന ഒരു മഹാനഗരമാണ് തിരുവനന്തപുരം. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത സംഭാവനകളുമായും ശ്രീ രാജാ രവിവർമ്മയുടെ കലാപരമായ പൈതൃകവുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന സാംസ്കാരിക പൈതൃകത്തിനും തിരുവനന്തപുരം പേരുകേട്ടതാണ്. നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ പരാമർശിക്കുന്ന അനന്തപ്രഭുവിന്റെ നഗരം എന്നർത്ഥം വരുന്ന തിരു-അനന്തപുരം എന്ന മലയാള വാക്കിൽ നിന്നാണ് നഗരത്തിന് ഈ പേര് ലഭിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രചിച്ച കർണാടക കീർത്തനങ്ങളിലെ ആനന്ദത്തിന്റെ നഗരം എന്നർത്ഥം വരുന്ന സയാനന്ദപുരം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നഗരം ഔദ്യോഗികമായി ട്രിവാൻഡ്രം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ചേര രാജവംശത്തിലെ സാമന്തന്മാരുമായി ബന്ധമുള്ള ആയിമാരായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ വേണാട് രാജ്യം കീഴടക്കി. 18ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ രാജാവ് പ്രദേശം വിപുലീകരിക്കുകയും തിരുവിതാംകൂർ നാട്ടുരാജ്യം സ്ഥാപിക്കുകയും തിരുവനന്തപുരത്തെ അതിൻ്റെ തലസ്ഥാനമാക്കുകയും ചെയ്തു. 1755 പുറക്കാട് യുദ്ധത്തിൽ കോഴിക്കോട് സാമൂതിരിയെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സംസ്ഥാനമായി. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് തിരുവനന്തപുരം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി മാറുകയും 1956 പുതിയ ഇന്ത്യൻ സംസ്ഥാനം രൂപീകരിക്കുന്നതുവരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. ഏഷ്യയിലെ ആദ്യത്തെ ബഹിരാകാശ സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യയിലെ ആദ്യത്തെ സ്പീഡ് വാട്ടർ ട്രാൻസ്മിഷന്റെ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, കേരള സർവകലാശാല, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക ആസ്ഥാനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാമ്പസ് തുടങ്ങിയ ഗവേഷണ കേന്ദ്രങ്ങളും ശാസ്ത്ര വിദ്യാഭ്യാസവും ഗവേഷണവും മാധ്യമ സ്ഥാപനങ്ങളും മലയാള സിനിമയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോകളിലൊന്നായ ചിത്രാഞ്ജലി ഫിലിം സ്റ്റുഡിയോയും ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫോർടൈൻമെന്റ് ഇൻഡസ്ട്രിയൽ പാർക്കായ കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കും ഈ നഗരത്തിലുണ്ട്.
2012 ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു ഫീൽഡ് സർവേ പ്രകാരം തിരുവനന്തപുരത്തെ ജീവിക്കാൻ ഏറ്റവും മികച്ച കേരള നഗരമായി തിരഞ്ഞെടുത്തു. 2013 ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയിൽ ഈ നഗരം ഇന്ത്യയിൽ ജീവിക്കാൻ ഏറ്റവും മികച്ച 15ാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനാകൃത സെന്റർ ഫോർ സിറ്റിസൺഷിപ്പ് ആൻഡ് ഡെമോക്രസി നടത്തിയ വാർഷിക സർവേ ഓഫ് ഇന്ത്യയുടെ സിറ്റി സിസ്റ്റം പ്രകാരം 2015-ലും 2016-ലും തുടർച്ചയായ 2 വർഷങ്ങളിൽ തിരുവനന്തപുരം മികച്ച ഇന്ത്യൻ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തിരുവനന്തപുരം. കോവളവും വർക്കലയും നഗരത്തിനടുത്തുള്ള പ്രശസ്തമായ ബീച്ച് ടൗണുകളാണ്. പൂവാർ, ശംഖുമുഖം ബീച്ച്, ആഴിമല ബീച്ച്, വിഴിഞ്ഞം ബീച്ച്, വേളി ബീച്ച് എന്നിവയാണ് മറ്റു പ്രധാന ബീച്ചുകൾ. അഗസ്ത്യമല മഴക്കാടുകൾ, നെയ്യാർ വന്യജീവി സങ്കേതം, കല്ലാർ, ബ്രഹ്മോർ, പൊന്മുടി കുന്നുകൾ, പൂവാർ, അഞ്ചുതെങ്ങു കായൽ, വർക്കല പാറക്കെട്ടുകൾ, കാപ്പിൽ ഇടവ തടാകങ്ങൾ എന്നിവയാണ് മറ്റ് ആകർഷണ കേന്ദ്രങ്ങൾ. ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി.